പിണറായി വിജയനും കുടുംബത്തിലെ എല്ലാവരും ഇഡിയുടെ മുന്നിലിരിക്കുന്നു. ഫലത്തിൽ അവർ ഇഡിയുടെ കർശനമായ കസ്റ്റഡിയിലാണിപ്പോൾ. ഇതിന് കാരണമുണ്ട്. മുൻപ് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ റെയ്ഡ് നടക്കവെയാണ് ഉടമ റോയി ആത്മഹത്യ ചെയ്തത്. അന്ന് ഇഡിക്കെതിരെ വലിയ വിമർശനം വന്നിരുന്നു. അതിനാൽ തന്നെ ഇഡി റെയ്ഡ് നടക്കുമ്പോൾ പിണറായിയും കുടുംബവും ജീവനക്കാരും ഇഡിയുടെ ഉരുക്കുവലയത്തിലായിരിക്കും. ടോയ്ലറ്റിൽ പോകാനും വെള്ളം കുടിക്കാനും പോലും ഇഡി കാവലിൽ. സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെ ഇഡിയുടെ സംഘത്തിലുണ്ട്. ടോയ്ലറ്റ് പോലും ഉള്ളിൽ നിന്നും പൂട്ടാൻ അനുവദിക്കുന്നില്ല. ഇത് പിണറായി വിജയന്റെ കുടുംബത്തിൽ സുരക്ഷ ഉറപ്പാക്കാനാണ്. മാത്രമല്ല, ഡോക്ടർമാരും സംഘത്തിലുണ്ട്. അടിയന്തര മെഡിക്കൽ പരിശോധനകൾക്കും സംവിധാനമുണ്ട്. അതിനാൽ തന്നെ തല കറങ്ങി വീഴാനും അഭിനയിക്കാനും BP കൂട്ടാനും ഒന്നും ആർക്കുമാകില്ല. നാടകം നടക്കില്ലെന്ന് ചുരുക്കം. ആത്മഹത്യാ ഭീഷണികളും വിലപ്പോക്കില്ല. ഒരു അനിഷ്ട സംഭവവും ഉണ്ടാകാതിരിക്കാൻ വലിയ മുന്നൊരുക്കമാണുള്ളത്. പിണറായി വിജയൻ അധികവും ക്ഷീണിതനായി കട്ടിൽ കിടക്കുകയാണ്. ഇടയ്ക്കിടെ വെള്ളം ചോദിച്ചു കുടിക്കുന്നു. വെള്ളവും മരുന്നുമെല്ലാം ഇഡി തന്നെയാണ് നൽകുന്നത്. ആഹാരം ആവശ്യമെങ്കിൽ അതും നൽകും. ആഹാരം പുറമേ നിന്ന് അനുവദിക്കില്ല. എന്താ അല്ലേ? 10 കൊല്ലം കേരളം ഭരിച്ച് പലരെയും അന്യായമായി പിടിച്ചകത്തിട്ട പോലീസ് മന്ത്രി ഇപ്പോൾ പ്രതിയെ പോലെ ഇരിക്കുകയാണ്. അതും കസ്റ്റഡിയിൽ എന്ന പോലെ. അനങ്ങാനും ഇരിക്കാനും പോലും അനുവാദം വേണം. പിണറായി വിജയന് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഒരുവൻ ലോകം മുഴുവൻ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും നേടിയാലും എല്ലാം തീരാനും മനസമാധാനം പോകാനും അധികം സമയമൊന്നും വേണ്ട എന്ന പിണറായി വിജയൻ തന്നെ വലിയ ഉദാഹരണം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത് തുടരുകയാണ്. കണ്ണൂരിലും തലസ്ഥാനത്തും പിണറായിയുടെ വീടിന് മുന്നിൽ ഇഡിക്ക് സംരക്ഷണം ഒരുക്കാൻ മിഷൻ ഗണ്ണുമായി കേന്ദ്ര സൈന്യവും പോലീസ് കാവലുമുണ്ട്. എക്സലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് വിവരം. CMRLുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലടക്കം ഇഡി സംഘം റെയ്ഡ് നടത്തി വരികയാണ്. പിണറായിയുടെ തിരുവനന്തപുരത്തുള്ള വാടക വീട്ടിലും കണ്ണൂർ പിണറായിലെ വീട്ടിലും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. പിണറായി വിജയനും മകൾ വീണ വിജയനും ഉൾപ്പെടെ ഉള്ളവരും തിരുവനന്തപുരത്തെ വീട്ടിലാണുള്ളത്. രാവിലെ 6 മണിക്ക് കണ്ണൂരിലെ വീട്ടിലേക്ക് ഇഡി ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീട് കെയർടേക്കറെ വിളിച്ചു വരുത്തി തുറപ്പിക്കുകയായിരുന്നു. പിന്നാലെ CPM പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തി വീടിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. കോഴിക്കോടും CPM പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. സംഭവത്തെ തുടർന്ന് CPM അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വസതിയിലാണ് റെയ്ഡ്. രാവിലെ 6:30യോടെയാണ് ഉദ്യോഗസ്ഥരെത്തിയത്. മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. 10 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുന്നതായാണ് വിവരം. റെയ്ഡിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ CPM പ്രതിഷേധം ഉയർത്തുകയാണ്. AKG സെന്ററിൽ ഇഡി എത്തുമോ എന്ന സംശയത്തിൽ അവിടെ വൻതോതിൽ പ്രവർത്തകർ ക്യാമ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കേരളത്തിലെ 10 കേന്ദ്രങ്ങളിൽ വ്യാപക പരിശോധന നടത്തുന്നു എന്ന് ഇഡി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. വ്യാജ ചെലവുകളുടെ മറവിൽ CMRL കമ്പനിയിൽ നിന്ന് വിവിധ വ്യക്തികൾക്ക് കോടിക്കണക്കിന് രൂപ ഫണ്ടായി വകമാറ്റി നൽകിയെന്നാണ് കേസ്. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാൾ മുൻ മുഖ്യമന്ത്രി വിജയന്റെ മകൾ വീണ വിജയനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് മീഡിയ അറിയിച്ചു. അങ്ങനെയെങ്കിൽ വീണ വിജയൻ അറസ്റ്റിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.